US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പയറ്റുന്ന തന്ത്രങ്ങൾ ലോകത്തിനിപ്പോൾ ഏറെക്കുറെ പരിചിതമാണ്. ഉപരോധങ്ങളിലൂടെയും സൈനിക സജ്ജീകരണത്തിലൂടെയും പരമാവധി സമ്മർദ്ദം ചെലുത്തുക, ചർച്ചകൾക്ക് തയ്യാറാവാൻ പ്രയാസകരമായ സമയപരിധികൾ വയ്ക്കുക എന്നതാണ് തന്ത്രങ്ങളായി എടുത്തു പറയുന്നത്. ആയതിനാൽ തന്നെ ഇറാനെ തന്റെ വരുതിക്ക് കൊണ്ടുവരാനാണ് ട്രംപ് നോക്കുന്നത്. എന്നാൽ അമ്പിനും വില്ലിനും പോലും അടുക്കാതെ തന്നെ ഖൊമേനി ആകട്ടെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചു പോരുകയാണ്. രണ്ടാം ഘട്ട ചർച്ചയും വഴിമുട്ടിയാൽ തന്നെ ട്രംപ് കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നത് കൂടുതലായി തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇതിന് പകരമായി തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ താലിബാൻ ഉൾപ്പെടെ തന്നെ കളത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുകയാണ്. 2026 ഫെബ്രുവരി 15 ഇറാൻ സ്റ്റേറ്റ് റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ താലിബാൻ വക്താവായ സബീഹുള്ള മുജാഹിദ് അമേരിക്ക ആക്രമിക്കുകയും ഇറാൻ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്താൽ അവിടെ അഫ്ഗാനിസ്ഥാൻ ഇറാനോട് അനുഭാവം കാട്ടുകയും അതുപോലെ തന്നെ സഹകരിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കയെ വലിയ രീതിയിലാണ് ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് സുന്നി ഷിയ വിഭാഗത്തിൽ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ വിരുദ്ധ വികാരവും അതിർത്തി സുരക്ഷാ താല്പര്യങ്ങളും പങ്കിടുന്ന രാജ്യങ്ങളും ഇരു രാജ്യങ്ങൾ വരുത്തുന്ന ഈ നിലപാട് മാറ്റം അമേരിക്ക ഇറാൻ യുദ്ധത്തെ സങ്കീർണമാക്കുമെന്നും ഇതിലൂടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് US-നാകട്ടെ ഇത് വലിയ രീതിയിലുള്ള സങ്കീർണമായ ഒരു രീതിയിലേക്ക് കടക്കുമെന്നതും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്ന കാര്യമാണ്. യുദ്ധസന്നാഹങ്ങളിലൂടെ തന്നെ ഒരു വിഭാഗത്തെ, അതായത് പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും മധ്യ ഏഷ്യയിലേക്ക് തിരിച്ചുവിടാൻ US നിർബന്ധിതമാകുമെന്നും എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല മേഖലയിൽ വീണ്ടും US സൈന്യം സജീവമാകുന്നത് തങ്ങളുടെ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് തന്നെയാണ് താലിബാൻ കണക്കാക്കുന്നത്. ഇറാൻ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം തങ്ങളായിരിക്കുമെന്നാണ് അവർ ഭയപ്പെടുന്നതും. അതേസമയം താലിബാന്റെ പിന്തുണയാകട്ടെ ലോജിസ്റ്റിക് സഹായമോ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റമോ ഇറാനിൽ ആസ്തികളെ സംരക്ഷിക്കലോ അല്ലെങ്കിൽ ലഭിക്കുന്നത് ടെഹ്റാന് വീര്യം പകരുമെന്നും ഇറാന്റെ കിഴക്കു പാർശ്വത്തിൽ തന്ത്രപരമായ ആഴം സൃഷ്ടിക്കുമെന്നും വിശകലന വിദഗ്ധരാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ട്രംപിന്റെ നയതന്ത്രവും കൃത്യവുമായ സമ്മർദ്ദ യുദ്ധത്തെ തകർക്കുക മാത്രമല്ല, ഇനി അന്തമായ യുദ്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ വിശാലമായൊരു യുദ്ധത്തിലേക്ക് അത് നയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് എത്താൻ സാധിക്കാത്ത വിധം അവിടെ വലിയ രീതിയിൽ വരിഞ്ഞു മുറുക്കുമെന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു നയത്തിന് വിരുദ്ധമായി തന്നെ വീണ്ടും അഫ്ഗാൻ പട്ടാളങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയും ഉയർത്തിക്കാട്ടുന്നു. താലിബാൻ ആകട്ടെ ഇറാന്റെ പക്ഷം ചേർന്നാൽ ഇറാന്റെ കിഴക്കൻ അതിർത്തിയിലൂടെയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ തടസ്സപ്പെടും. 570 മൈൽ നീളമുള്ള ഈ അതിർത്തിയാകട്ടെ ഇറാന് സുരക്ഷിത താവളമായി തന്നെ മാറും. ഇറാന്റെ ബുഖാസ് ഫോഴ്സിന്റെ സാങ്കേതിക വിദ്യയും താലിബാന്റെ 2 പതിറ്റാണ്ട് കാലത്തെ യുദ്ധ പരിചയവും ഒന്നിക്കുന്നതാകട്ടെ അമേരിക്കയ്ക്ക് വലിയ സൈനിക വെല്ലുവിളിയാണ് നൽകുന്നത്. ഇത് ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് തന്നെ ഇന്ധനവും ആയുധങ്ങളും ഇറാനിലേക്ക് എത്താൻ സഹായിക്കുമെന്നും ഇവിടെ വിലയിരുത്തലായി തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.